രാവിലെ എല്ലാ കണ്ടസ്റ്റൻസിനോടും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞ്, എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞൊരു മോർണിംഗ് ആക്ടിവിറ്റി തരികയാണ്. അത് ഇപ്പോഴുള്ള 7 കണ്ടസ്റ്റൻസിന് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി എല്ലാവരും ലിവിങ് ഏരിയയിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ്, നിങ്ങൾ ആരെങ്കിലും വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയാനും, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം തന്നിട്ട് നിങ്ങൾക്ക് നന്ദി പറയണമെന്ന് തോന്നിയിട്ടുണ്ട് അവരോട് നന്ദി പറയാനുമാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം അനിമോളാണ് വന്നത്. അനിമോൾ വന്നിട്ട് പറഞ്ഞത്, എനിക്ക് മാപ്പ് പറയേണ്ടത് രേണുസുതി ചേച്ചിയോടാണ്. കാരണം ചേച്ചിയെ ഞാൻ വേദനിപ്പിച്ചു. അന്ന് പേനിൻ്റെ പേരും പറഞ്ഞ് ഞാൻ ചേച്ചിയെ വേദനിപ്പിച്ച്. എനിക്ക് എപ്പോഴും അതൊരു വിഷമമാണ് ഓർക്കുമ്പം. അതുകൊണ്ട് ചേച്ചി എന്നോട് പൊറുക്കണം, അതന്ന് പെട്ടെന്ന് ഓർക്കാതെ പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പം രേണുസുതി ഓടി വന്ന് അനിമോളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അതൊന്നും ഇല്ലടാ, നീ അതൊന്നും ഓർക്കണ്ട, അതൊക്കെ ചേച്ചി അപ്പോഴേ മറന്നു. അങ്ങനെ നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരുപാട് കുറച്ചും കൂടെ ഉയരത്തിലെത്തി എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് നന്ദി പറയാൻ എനിക്ക്, അതുപോലെ തന്നെ അനിമോൾ എല്ലാവരോടും എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നെന്നും പറഞ്ഞ്, അത് കഴിഞ്ഞ് നന്ദിയും എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ട് എടുത്തു പറയാൻ 3 ആൾക്കാരുണ്ട്. ശൈത്യ, ആദില, നൂറ. അവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ പിണങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് മിണ്ടുന്ന സ്വഭാവം എനിക്കില്ല. അത് ആദിലയ്ക്കും നൂറയ്ക്കും അറിയാം. ഇവിടെ പല പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടും അവരാണ് എൻ്റെ അടുത്ത് വന്ന് മിണ്ടിയത്. അതുകൊണ്ട് എനിക്ക് അവരോട് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ഈ 2 പേരെയാണ് മാപ്പായിട്ട് സുധിയെയും, നന്ദി ആദില.